ഹായ് ഫ്രണ്ട്സ്, അലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിടിലൻ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ പോള അല്ലെങ്കിൽ ഇറാനി പോളയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാതെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ല് മാറ്റിയിട്ടുള്ള 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കണം. ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരല്പം പുളിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനിൽ ഈ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കതൊരു 30 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ലാസ്റ്റ് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇതൊരു 4-5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് പിന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചിക്കൻ പീസസൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ഇത് ചെറുതായിട്ടൊന്ന് പിച്ചി കീറിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ 2 സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതിയാവും. ഇനി നമ്മുടെ സവോള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ടാണ്. പച്ചമുളക് ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി മസാലയുടെ പച്ചമണം മാറുന്നതുവരെ 2 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസിൽ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ പോള റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നമ്മുടെ ചിക്കനും ഇതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതായിപ്പോൾ നമ്മുടെ പോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് മൈദപ്പൊടിയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് പാലാണ്. അപ്പോൾ തിളപ്പിച്ച പാലല്ല, സാധാരണ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. നമ്മൾ ഈ ബാറ്ററിൽ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ലൊന്ന് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് 1 മിനിറ്റ് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതായിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലത്തെ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് ഉണ്ടാവേണ്ടത്. ഇനി നമ്മുടെ പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിൽ ഒരു പഴയ ദോശക്കല്ലോ തവയോ എടുത്ത് വെക്കാം. അതിൻ്റെ പുറത്ത് ഒരു നോൺ സ്റ്റിക്ക് സോസ് പാനിലാണ് ഞാൻ ഈ പോള റെഡിയാക്കുന്നത്.
ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോളയൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഭാഗം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ്സ് വെച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സൈഡിലേക്ക് അധികം ഈ മസാലയൊക്കെ ഒന്നും വേണ്ട, കുറച്ച് നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ സൈഡിൽ ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോള റെഡിയാക്കി കഴിയുമ്പോൾ ഒരു കേക്കിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് വിട്ടിട്ട് ബാക്കി സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോള റെഡിയാക്കി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാ സൈഡിലും ആവുന്നത് വരെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 2-3 ക്യാപ്സിക്കം സ്ലൈസസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതോടൊപ്പം കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഒന്ന് കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ റെഡ് ക്യാപ്സിക്കം അല്ലെങ്കിൽ തക്കാളിയൊക്കെ ഇതിൻ്റെ മുകളിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോള സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോളയുടെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വേവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ സൈഡൊക്കെ വിടുവിച്ചതിന് ശേഷം ഈ പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള അല്ലെങ്കിൽ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.